പക്ഷേ ഒരു സൂപ്പർ പടമാണ്. എക്സ്പെഷ്യലി ഈ അമ്മമാരൊക്കെ ആണ് പടം കാണുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്റ്റഡ് ആവും. അത് ഫാമിലി മൂവി തന്നെയാണ്. അവസാനത്തെ ഒരു അരമണിക്കൂർ പടം പിടിച്ചിരുത്തി. ഇങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സൊസൈറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. വിനയ് ഫോർട്ടിൻ്റെ ഒരു വെറൈറ്റി റോള്, അതായത് ഈ സോമൻ്റെ കൃതാവൊക്കെ അല്ലെങ്കിൽ തമാശ പെരുമാൻ ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ വിനയ് ഫോർട്ട് ചെയ്തേക്കുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ. ഇത് ഭയങ്കര പടമാണ് കേട്ടോ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു റൈറ്റിങ്ങും പെർഫോമൻസും ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം തമാശയുണ്ട്. എന്നാൽ ഇമോഷണലി പഴയ ഒരു സത്യനന്ദിക്കാട് പടങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ആ റേഞ്ചിലുള്ളൊരു പടം. ഫാമിലിക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. പക്ഷേ അല്ലാതെയും ഞങ്ങൾ ആളുകൾക്ക് ഇത് കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലിക്ക് ഉറപ്പായിട്ട് കണക്റ്റ് ആവും. ഇപ്പോൾ സ്ത്രീകളൊക്കെ വന്നാൽ കരയാതെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്പെഷ്യൽ ചിരി നോട്ടം, അത് ആ ഒരു ക്യാരക്ടറിന് അടിപൊളിയായിരുന്നു. ആൻഡ് മൂവി നല്ലൊരു ടീമാണ് എടുത്തത്, കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. എനിക്ക് ഇടയ്ക്ക് ചെറിയൊരു ലാഗ് തോന്നി, പക്ഷേ അവസാനം ക്ലൈമാക്സ് അനുബന്ധിച്ച് നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു മനസ്സ് അറിയാൻ ഒരു സന്തോഷം തോന്നിയായിരുന്നു. ഓവറോൾ നല്ല മൂവിയായിരുന്നു. വന്ന് നിൽക്കുന്നത് കറുപ്പാണുള്ള ഇപ്പോഴത്തെ ഒരു വർത്തമാനം. പിന്നെ ആക്ടിങ് ആണെങ്കിലും ഇതിനു മുമ്പ് ചെയ്തു വന്നിട്ടുള്ള അഭിനയ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംശയം, വളരെ നന്നായിട്ടാണ് അയാൾ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്നത്തുള്ള ഓരോ ആക്ടേഴ്സും വളരെ നല്ല രീതിയിൽ നമ്മളെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് അഭിനയിച്ചിട്ടുള്ളത്. നല്ല സംവിധാനമാണ്. ഇതുവരെ കണ്ടുവന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് ഇപ്പോൾ ക്രൈം പോലുള്ള സിനിമകളാണ് ഇതുവരെ വന്നു പോയിട്ടുള്ളതെങ്കിൽ വളരെ ലൈഫ് പറയുന്ന, ജീവിതം പറയുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല സിനിമയാണ്, എല്ലാവരും കാണണമെന്നാണ് അഭിപ്രായം. പെർഫോമൻസ് ഒക്കെ നല്ല കോമഡി ഉണ്ട്, കുറച്ച് ഇമോഷനും ഉണ്ട് ലാസ്റ്റൊക്കെ ആവുമ്പോൾ. കാരണം ഒരു ചെറിയൊരു സാധനം മൊമെൻ്റ് ഉണ്ട്.